ആലപ്പുഴയിലെ മോഷണങ്ങൾക്ക് പിന്നിൽ കുറുവ സംഘമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഇനി അറിയേണ്ടത് പറവൂരിലെത്തിയ സംഘവും ആ തിരുട്ട് സംഘം തന്നെയാണോ എന്നാണ്. ആ നാട്ടുകാർ സമാധാനത്തോടെ ഒന്ന് ഉറങ്ങിയിട്ട് ദിവസങ്ങളായി. ഇപ്പോഴിതാ പോലീസ് പറയുന്നു പറവൂരിൽ നടന്ന മോഷണത്തിന് കുറുവ സംഘത്തിന്റെ മോഷണവുമായി സാമ്യമില്ല എന്ന്. കുറുവ സംഘത്തിന്റെ വേഷത്തിലെത്തിയ മറ്റു മോഷ്ടാക്കളാകാം മോഷണത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. അന്വേഷണം വഴിതിരിച്ചുവിടാനുള്ള ശ്രമം തള്ളിക്കളയാനാവില്ലെന്നും പോലീസ് പറയുന്നുണ്ട്. എറണാകുളം വടക്കൻ പറവൂർ മേഖലകളിലെ 10ഓളം വീടുകളിൽ രാത്രി വീടിന്റെ പിൻവാതിൽ തകർത്താണ് മോഷണ ശ്രമം നടന്നത്. എന്നാൽ ഇതിനു പിന്നിൽ കുറുവ മോഷണ സംഘമാണെന്ന് സ്ഥിരീകരിക്കാതെ പോലീസ്. ഇവിടെ നിന്നും ലഭിച്ച CCTV ദൃശ്യങ്ങൾ പോലീസ് നിരീക്ഷിച്ചു വരികയാണ്. ഇവരുടെ വേഷവിധാനങ്ങൾ കുറുവ മോഷണ സംഘത്തിന്റെ രീതിയിലുള്ളതാണ്. എന്നാൽ കുറുവ സംഘം മുൻകാലങ്ങളിൽ നടത്തിയ മോഷണവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളും നിലവിൽ ലഭിച്ചതുമായി ഒത്തുനോക്കുമ്പോൾ സാമ്യം കാണാനായിട്ടില്ല. അത് നല്ല രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിലെ കുറിച്ച് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ തീർച്ചയായിട്ടും ഉടൻ തന്നെ കുറിച്ച് റിസൾട്ട്. ആലപ്പുഴയിൽ ഏതാനും ദിവസങ്ങളായി കുറുവ സംഘ മോഡൽ മോഷണം നടക്കുന്നുണ്ട്. അതിനാൽ അന്വേഷണം വഴിതിരിച്ചുവിടുന്നതിനായി അവരുടെ വേഷത്തിലെത്തിയ മറ്റു മോഷ്ടാക്കൾ ആകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ലെന്നാണ് പോലീസിന്റെ നിഗമനം. ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണ് പോലീസ് മുന്നോട്ട് വയ്ക്കുന്നത്. രാത്രികാല പെട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട്. ഇതിനായി കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചു. അന്വേഷണം വിപുലപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഡ്രോൺ ഉപയോഗിച്ച് നിരീക്ഷണം നടത്താനും പദ്ധതിയുണ്ട്. റിപ്പോർട്ടർ, കൊച്ചി.